ഗാസയിൽ ഇസ്രായേലിന്റെ വലിയ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. 100-ലധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തിന് നേർക്ക്, അതായത് ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേർക്കാണ് ഈ വ്യോമാക്രമണം നടന്നതെന്നാണ് പാലസ്തീൻ്റെ വക്താവ് മുഹമ്മദ് ബസൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു. ഈ സ്കൂളിൻ്റെ മുകളിലേക്കാണ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയത്. 100-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം പറയുന്നത്. അതിലധികം പേർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞിരിക്കുന്നത്. ഒരു വലിയ രീതിയിലുള്ള ബോംബാക്രമണം എന്ന് തന്നെ നമുക്ക് അതിനെ പറയേണ്ടി വരും. ഏതായാലും IDF-ന്റെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള വ്യോമാക്രമണം, ഒരു ഇടക്കാലത്തിന് ശേഷം ഇത്രയും മരണസംഖ്യ ഉയരുന്ന രീതിയിലേക്ക് വ്യോമാക്രമണം പോകുന്നു. അതായത് സംഘർഷം ഒഴിയുകയല്ല, കൂടുതൽ കടുക്കുകയാണ് ആ പ്രദേശത്തെ സംഘർഷാവസ്ഥ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.